കണ്ടാൽ തന്നെ അറിയാം വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് പുള്ളിക്കാരിയുടെ വരവ്. അടുത്തതായി ഇടുക്കിയിൽ നിന്ന് വന്ന സാറാമ്മ. പേര് പോലെ വെറും സാറാമ്മയല്ല കേട്ടോ, പത്മശ്രീ സാറാമ്മ എന്നാണ് ചേച്ചി അറിയപ്പെടുന്നത്. സമ്പന്ന കുടുംബത്തിലെ അംഗം എന്നല്ലാതെ പത്മശ്രീ ലഭിക്കുവാൻ മറ്റു കാരണങ്ങൾ ഒന്നും തന്നെയില്ല. അടുത്തതായി ചെങ്ങന്നൂരിൽ നിന്ന് വന്ന നമ്മുടെ സ്വന്തം ഏലിയാമ്മ ചേച്ചി. പാചകത്തിലും വാചകത്തിലും ഒരുപോലെ പ്രാവീണ്യം വെച്ച് പുലർത്തുന്ന ഏലിയാമ്മ ചേച്ചി ഒരു സംഭവം തന്നെയാണ്. രണ്ടിന്റെയും രുചി അറിഞ്ഞവർ ഏലിയാമ്മ ചേച്ചിയെ മറക്കില്ല. ഇനി നമുക്ക് ക്ഷണിക്കാം പത്തനംതിട്ടയിൽ നിന്ന് വന്ന മറിയാമ്മ. മറിയാമ്മ ചേട്ടത്തിയുടെ പ്രത്യേകത ഓരോ 5 വർഷം കൂടുമ്പോഴും പാർട്ടി മാറും എന്നുള്ളതാണ്. ഭരണകക്ഷിയിലെ മെമ്പർ ആയിരിക്കുന്ന ഗമ ഒന്ന് വേറെ തന്നെയാണ്. നമ്മുടെ സഭയ്ക്കും പ്രത്യേകിച്ച് മറിയാമ്മയുടെ കുടുംബത്തിനും ഗുണമുണ്ടെന്ന് തന്നെ പറയാം. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് പരുമലയിൽ നിന്നെത്തിയ തെയ്യാമ്മ. തെയ്യം തത്ത തെയ്യാമ്മ എന്നറിയപ്പെടുന്ന ഇവർ നല്ല ഒരു നർത്തകി കൂടെയാണ്. തെയ്യാമ്മ മാസ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത് മാർക്കം കളിയിലാണ്. തെയ്യാമ്മയുടെ പെർഫോമൻസ് കേരളത്തിൽ മാത്രമല്ല അങ്ങ് അമേരിക്കയിലും എത്തിയിട്ടുണ്ട്. പൂനെയിൽ നിന്ന് പോയിട്ട് അടുത്ത മാസം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ വൈറ്റ് ഹൌസിൽ നൃത്തച്ചുവട് വയ്ക്കാൻ പോകുന്നതിന്റെ ത്രില്ലിലാണ് തെയ്യാമ്മ ചേച്ചി. My biological name is Michael Elias, Jackson Elias, Vikram Elias. നാട്ടിൽ നിന്ന് വന്ന ഈ അമ്മച്ചിമാർക്ക് സ്നേഹവന്ദനം ആശംസിക്കുന്നു. ഞാൻ പറയാൻ വിട്ടു, കൊയർ മെമ്പേഴ്സ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്ത് ചോദിച്ചാലും ഇവർ പാട്ടിലൂടെ മാത്രമേ മറുപടി പറയൂ. എങ്ങനെയുണ്ടായിരുന്നു അമ്മച്ചിമാരെ ഇങ്ങോട്ടുള്ള യാത്രയൊക്കെ? ഉള്ളത് പറയാമല്ലോ അമ്മച്ചിമാരെ, നിങ്ങളെ ഈ വേഷത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. നാട്ടിൽ നിന്നെത്തിയ നിങ്ങൾക്ക് കേരളമാണോ പൂനെയാണോ ഇഷ്ടപ്പെട്ടത്? അങ്ങനെ പറയല്ലേ അമ്മച്ചിമാരെ. ആ ചേറ്റിലേക്കും ചെളിയിലേക്കും മടങ്ങാൻ ശ്രമിക്കുന്നവരാണ് ഓരോ പ്രവാസികളും. അതിരിക്കട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കാണോ വന്നത്? അപ്പച്ചന്മാരും കൂടെ വന്നില്ലേ? എന്തു പറ്റി തെയ്യാമ്മ ചേച്ചിക്ക്? അമ്മച്ചിക്ക് അപ്പച്ചനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ഓഹോ, അങ്ങനെയാണോ? മക്കളൊക്കെ എന്താ പറയുന്നു? സുഖമായിരിക്കുന്നോ? നിങ്ങളെ നന്നായി നോക്കുന്നുണ്ടല്ലോ അല്ലേ?
നിങ്ങളെ പേടിയാണോ? നിങ്ങളുടെ അമ്മായിയമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാവും പറഞ്ഞിട്ടുണ്ടാവുക. അതിരിക്കട്ടെ, ഞങ്ങളുടെ വികാരിയച്ഛനെ പരിചയപ്പെട്ടോ? ഒരു നാരകമെന്നവണ്ണം വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനമേശുവിനെ. അപ്പോൾ സെക്രട്ടറിയെ പറ്റി എന്ത് പറയുന്നു? വന്നിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായി, എണ്ണിത്തീർത്തിടാമോ അവൻ ചെയ്തത്. നാട്ടിലെ പോലെ തന്നെ ബജറ്റ് കൈകാര്യം ചെയ്യാൻ എവിടെയും പാട് തന്നെയാണ്. ഞങ്ങളുടെ ട്രസ്റ്റിയോട് എന്തെങ്കിലും പറയാനുണ്ടോ അമ്മച്ചിമാർക്ക്? പല ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ എന്റെ ഭാരമെല്ലാം ചുമന്നു. പൂനെയിലെ മലങ്കര മക്കളെ കണ്ടിട്ട് എന്തു പറയുന്നു? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പൂനെയിൽ കാലേവാടി ഇടവകയിൽ വന്നിട്ട് ഞങ്ങൾ MCMM മെമ്പേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ അമ്മച്ചിമാർക്ക്? ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. അതെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം വളർന്നു വരുന്ന സഭയെ പറ്റി അമ്മച്ചിമാർക്ക് എന്താ പറയേണ്ടത്? ദക്ഷിണ ഭാരത സഭ വളരുന്നു, അനുദിനമുന്നതി നേടി, സഭയുടെ നാഥനൊരുക്കും വഴിയിൽ പ്രേക്ഷിത പാതയിലൂടെ. സഭ ഇനിയും വളരട്ടെ. നിങ്ങൾക്ക് ഞങ്ങളോട് വല്ലതും പറയാനുണ്ടോ? വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. ഇനി എന്താ പരിപാടി? നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണോ? അപ്പച്ചന്മാര് വരുമോ നിങ്ങളെ കൂട്ടാൻ?